മന്നയാണ്. ആ മന്ന നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഗുണകരമായി നമ്മളിൽ ഫലം വിളയുവാൻ ഇടയാകണമെങ്കിൽ ആവശ്യാനുസരണം അതിനെ നമ്മൾ പെറുക്കണം, എടുക്കണം, അതിനെ ഭക്ഷിക്കണം. അങ്ങനെ ചെയ്തില്ല എങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ വളർച്ചയ്ക്ക് കാരണമായി തീരുകയില്ല എന്ന് കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിച്ചുകൊണ്ട് പ്രസ്തുത മന്ന ഭക്ഷണത്തിലേക്ക് ഇന്നത്തെ കാലം സകലരെയും ക്ഷണിക്കുകയാണ്. ഒരു ചോദ്യത്തോടുകൂടി ഈ 2023 ഡിസംബർ മാസം 31-ാം തീയതി ഞായറാഴ്ച നമ്മൾ കടന്നുപോവുകയാണ്. We are who? നമ്മൾ ആരാണ്? വിശുദ്ധ വേദപുസ്തകം നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ ആരാണോ? അങ്ങനെയുള്ള ആ ചോദ്യത്തിന് നമ്മളിൽ നിന്ന് നമ്മൾ മറുപടി കണ്ടെത്തേണ്ടത് അനിവാര്യമാണ്. പ്രിയ ദൈവമക്കളെ, നമ്മൾ ആരാണെന്ന് നാം ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് നമ്മൾ തന്നെ ദൈവം മുൻപാകെ മറുപടി പറഞ്ഞേ മതിയാകൂ. ഈ ചോദ്യം നമ്മുടെ പക്കൽ നിന്ന് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഉയരുന്ന ചോദ്യമെങ്കിൽ ആ ചോദ്യത്തിന്റെ മറുപടി നമ്മളിൽ നിന്ന് ദൈവം കേൾക്കുവാൻ ആഗ്രഹിക്കുകയാണ്. We are the people of God. നമ്മൾ ദൈവത്തിന്റെ ജനമാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 20-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം നമ്മളൊന്ന് വായിച്ചാൽ, ന്യായാധിപന്മാരുടെ പുസ്തകം 20-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം നമ്മൾ വായിച്ചാൽ, ഇസ്രായേലിന്റെ സകല ഗോത്രങ്ങളിലും ഉള്ള സർവജനത്തിന്റെയും പ്രധാനികളുടെ ആയുധധാരികളായ 4 ലക്ഷം കാലാളുകളും ദൈവജനത്തിന്റെ സഭയിൽ സമ്മേളിച്ചു. പ്രിയ ദൈവമക്കളെ, നമ്മൾ കാണുകയാണ് 4 ലക്ഷം ജനങ്ങൾ, കാലാളുകൾ. കുതിരപ്പടയല്ല, വായുസേനയല്ല, കപ്പൽസേനയല്ല, കരസേന, കാലാൾ പട. എത്രയാണ്? 4 ലക്ഷം. അത് സമ്മേളിച്ചത് ദൈവജനത്തിന്റെ സഭയിലാണ്. നമ്മൾ ആരാണ് എന്ന ചോദ്യത്തിന് We are the people of God. നാം ദൈവത്തിന്റെ ജനമാണ്. ആമേൻ. ദൈവത്തിന്റെ ജനമാണ്. ദൈവാലയത്തിൽ, ദൈവസഭയിൽ, ദൈവസന്നിധിയിൽ, ആലയത്തിൽ, പള്ളിയിൽ, പ്രാർത്ഥനാ സ്ഥലത്ത് സമ്മേളിക്കുന്നത്. Praise the Lord. മറ്റാരുമല്ല, ദൈവത്തിന്റെ ജനമാണ്. അനേകം വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ 2 ശമൂവേൽ 14-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം വായിച്ചാൽ, 2 ശമൂവേൽ 14-ാം അധ്യായം 13-ാം വാക്യം വായിച്ചാൽ, ആ സ്ത്രീ പറഞ്ഞത് ഇങ്ങനെയുള്ള കാര്യം നീ ദൈവത്തിന്റെ ജനത്തിന് എതിരായി വിചാരിക്കുന്നത് എന്ത്? ദൈവത്തിന്റെ ജനത്തിന് എതിരായി ഈ ലോകത്തിൽ ആര് എന്ത് വിചാരിച്ചാലും അത് ദൈവം നിഷ്ക്രിയമാക്കും. ആമേൻ. ദൈവമക്കളെ, നമ്മൾ ദൈവത്തിന്റെ ജനമാകിയാൽ ദൈവജനത്തിനെതിരെ ഈ ലോകത്തിലെ ഏതൊരു വ്യക്തി എങ്ങനെയുള്ള മാലിന്യമേറിയ ദോഷകരമായ നിരൂപണം നിരൂപിച്ചാലും അത് ദൈവം നിഷ്ഫലമാക്കുമെന്നുള്ള കാര്യം സംശയമില്ലാതെ നമ്മൾ അറിയണം. 47-ാം സങ്കീർത്തനത്തിലേക്ക്
നമ്മൾ കടന്നു പോകുമ്പോൾ 47-ാം സങ്കീർത്തനം അതിന്റെ 9-ാം വാക്യം നമ്മൾ വായിച്ചാൽ, ജനങ്ങളുടെ പ്രഭുക്കന്മാർ അബ്രഹാമിൻ ദൈവത്തിന്റെ ജനമായി ഒന്നിച്ചുകൂടുന്നു. നമ്മൾ ഒന്നിച്ചുകൂടുന്നത് ദൈവത്തിന്റെ ജനമായി ആണ്. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മൾ ആരാണ് എന്ന ചോദ്യത്തിന്റെ ഒന്നാമത്തെ മറുപടി, നമ്മൾ ദൈവത്തിന്റെ ജനമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയെങ്കിലും ആയിരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇത്രത്തോളം ആയത്, അതുകൊണ്ടാണ് ഞാൻ ഇവിടത്തോളം എത്തിയത്, അതുകൊണ്ടാണ് എന്റെ നില ഈ സമയം വരെയും അപകടത്തിന്റെ അതിന് വരമ്പിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നത്. മറക്കല്ലോ, നമ്മൾ ആരാണ്? നമ്മൾ ദൈവത്തിന്റെ ജനമാണ്. രണ്ടാമത്, we are his people. നമ്മൾ അവന്റെ ജനമാണ്. മറക്കല്ല, നമ്മൾ ദൈവത്തിന്റെ ജനമാണ്, നമ്മൾ അവന്റെ ജനമാണ്. അവൻ എന്ന് പറയുമ്പോൾ അതിന്റെ അടുപ്പം, അതിന്റെ ആധികാരികത, അതിന്റെ സ്ഥാനം, അതിന്റെ മാഹാത്മ്യം അല്പം കൂടി നിയർബയാണ്. അത് ഏറ്റവും സമീപമാണ്. നമ്മൾ ദൈവത്തിന്റെ ജനമാണ്. രണ്ടാമത്, നമ്മൾ അവന്റെ ജനമാണ്. യൂത്തിന്റെ പുസ്തകത്തിലേക്ക് പോയാൽ, പഴയ നിയമത്തിൽ യൂത്തിന്റെ പുസ്തകത്തിലേക്ക് നാം പോകുമ്പോൾ അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്. യൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം, യഹോവ തന്റെ ജനത്തെ സന്ദർശിച്ച് ആഹാരം നൽകിയ വിലങ്ങൾ അവൾ മോവാബ് ദേശത്ത് വെച്ച് കേട്ടിട്ട്. കണ്ടോ, യഹോവ തന്റെ ജനത്തിന്റെ ജീവിത സന്ധാരണത്തിന് ആവശ്യമായ ആഹാരം കൊടുക്കുന്ന വാർത്ത മോവാബ് ദേശത്ത് വെച്ച് രൂത്ത് കേൾക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, നമ്മൾ കേൾക്കേണ്ട കേൾവി, ദൈവം തന്റെ ജനത്തെ സന്ദർശിക്കുന്നു, ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുന്നു, ദൈവം തന്റെ ജനത്തിന്റെ താഴ്ച മാറ്റുന്നു, ദൈവം തന്റെ ജനത്തെ കടാക്ഷിക്കുന്നു, ദൈവം തന്റെ ജനത്തിന് അന്നം കൊടുക്കുന്നു എന്ന് അന്റാർട്ടിക്കയിലുള്ളവർ കേട്ടത്. കേരളത്തിന്റെ ഒരു മൂലയിൽ താമസിക്കുന്ന ജനത്തിന് ദൈവം സന്ദർശനത്തിലൂടെ ദൈവം അവന്റെ അന്നം മുട്ടിപ്പോകാതെ, മുടങ്ങിപ്പോകാതെ, അവൻ ഇല്ലാതെ വരാതെ അവന് കൊടുക്കുന്നു എന്നുള്ള വാർത്ത അത്രയും ദൂരെ കിടക്കുന്നവർ കേൾക്കട്ടെ. ആമേൻ. നമ്മൾ ആരാണ്? ദൈവജനമാണ്. രണ്ടാമത്, അവന്റെ ജനമാണ് എന്ന് നമ്മൾ വായിക്കുമ്പോൾ, മൂന്നാമത്, we are the people of his land. നമ്മൾ അവന്റെ രാജ്യത്തെ, ദേശത്തെ ജനമാണ്. ആമേൻ. പ്രിയ ദൈവമക്കളെ, നമ്മൾ സാധാരണക്കാരല്ല, നമ്മൾ അസാധാരണക്കാരാണ്. ആമേൻ. മാമ്പ്രയുടെ തോപ്പിൽ അബ്രഹാമിനെ സന്ദർശിച്ചു ദൈവത്തിന്റെ മാലാഖമാര് അരുളപ്പാടുകൾ അറിയിച്ചു. 3 പേരിൽ 2 പേർ പോയി. ഒരാൾ അബ്രഹാമുമായി ഒരുമിച്ച് സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ ആ ഒരുവൻ മമ്രയുടെ തോപ്പിൽ വെച്ച് അബ്രഹാമിനോട് പറയാണ്, യഹോവയാൽ കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ? അടുത്ത വർഷം ഈ സമയത്ത് ഞാൻ നിന്റെ വീട്ടിൽ വന്ന് നിന്റെ ഭാര്യയായ സാറായെ ഞാൻ സന്ദർശിക്കുമ്പോൾ അവളുടെ ഇന്നുവരെയുള്ള ലജ്ജ അപ്പോൾ മാറിപ്പോകും. ആമേൻ. പ്രിയ ദൈവമക്കളെ, ഇന്ന് ലോകത്തിലുള്ള ഇറാഖ് എന്ന് പറയുന്ന രാജ്യത്തെ ബാഗ്ദാദ് സിറ്റി, ആ ബാഗ്ദാദ് സിറ്റിക്ക് അടുത്തുള്ള ഈ മാമ്പറയുടെ തോപ്പെന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് അന്ന് ദൈവം അബ്രഹാമിനോട് പറഞ്ഞ വാക്ക് മുക്കൂട്ടുകളിലെ ദൈവജനത്തിന്റെ കാതുകളിൽ ഇന്ന് പ്രകാരം യാഥാർത്ഥ്യമായി പരിഗണിക്കപ്പെടുമ്പോൾ, മുഴങ്ങുമ്പോൾ
അത് സംഭവിക്കുമ്പോൾ ഇതെത്രയോ ആശ്ചര്യമാണ്. പ്രിയ ദൈവമക്കളെ, we are the people of God. നാം ദൈവത്തിന്റെ ജനമാണ്. We are his people. നമ്മൾ അവന്റെ ജനമാണ്. We are the people of his land. അവന്റെ ദേശത്തെ ജനമാണ് നമ്മൾ. ആമേൻ. അന്യരും പരദേശികളെന്ന വിശ്വാസ വീരന്മാർ പറയുമ്പോൾ ഇരുപക്കാൻ ഞാൻ പറയട്ടെ, ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഇതാ ഒഴിഞ്ഞു പോകുമ്പോൾ ദൈവത്തിന്റെ ജനത്തിനു വേണ്ടി ഈ ലോകം കണ്ടിട്ടില്ലാത്ത പുതുപുത്തൻ ആകാശഭൂമികൾ ഇതാ ദൈവസന്നിധിയിൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടുവെന്ന് യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസിൽ വെച്ച് കണ്ടു പറഞ്ഞുവെങ്കിൽ, പ്രിയ ദൈവമക്കളെ, ആ വരുവാൻ പോകുന്ന രാജ്യത്തെ ജനമാണ് നമ്മൾ. അത് നമ്മൾ മറന്നു പോകാതെ അറിഞ്ഞിരിക്കണം. നമ്മൾ ആരാണ് എന്ന ചോദ്യം നമ്മൾ ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിന് 3 മറുപടി പറഞ്ഞു. നമ്മൾ ദൈവത്തിന്റെ ജനമാണ്, നമ്മൾ അവന്റെ ജനമാണ്, നമ്മൾ അവന്റെ ദേശത്ത് അവകാശം സ്ഥാപിക്കപ്പെട്ട ദേശവാസികളാണ്. അങ്ങനെയെങ്കിൽ ഈ 3 ചോദ്യം നമ്മളിൽ നിന്നുണ്ടായപ്പോൾ ദൈവത്തിൽ നിന്ന് ഇതേപോലെ 3 ചോദ്യം നമ്മുടെ നേരെ വരികയാണ്. നമ്മളാരോ ദൈവം മൈ പീപ്പിൾ എന്റെ ജനമാണ്. നീ ഒന്ന് വായിക്കുമോ? ഉൽപ്പത്തി പുസ്തകം 23-ാം അധ്യായം 11-ാം വാക്യം. ഉൽപ്പത്തി പുസ്തകം 23-ാം അധ്യായം അതിന്റെ 11-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. അങ്ങനെയല്ല പ്രഭു, കേൾക്കണമേ, ഞാൻ വയലും അതിലെ ഗുഹയും എന്റെ സ്വന്തം ജനം കാണേ അങ്ങേക്ക് തരുന്നു. മരിച്ചവളെ അടക്കം ചെയ്തു കൊള്ളുക. അബ്രഹാമിന്റെ പ്രിയ ഭാര്യ സാറ മരിച്ചു. സാറായെ അടക്കുവാൻ, മരിച്ച സാറായെ ജീവനറ്റ ശരീരം അടക്കുവാൻ അന്യദേശത്താണ്. സ്വന്തമായിട്ട് ശവക്കോട്ടയില്ല, ശ്മശാനമില്ല, ശവക്കാല ഒന്നുമില്ല. അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഒരാള് സൗജന്യമായി ഈ ദേശത്തെ ഏറ്റവും നല്ല സ്ഥലം നീ എടുത്തോ എന്ന് പറഞ്ഞപ്പോൾ അബ്രഹാം പറയുകയാണ്, നീ തരുന്ന ഔദാര്യ സ്ഥലത്ത് എന്റെ പ്രിയപ്പെട്ട ഭാര്യ സാറ മരിച്ച അവരുടെ ശരീരം ഞാൻ അടക്കത്തില്ല. ഞാൻ ഈ നാട്ടിലെ നടപ്പനുസരിച്ച് ആ സ്ഥലത്തിന് നിശ്ചയിച്ചിട്ടുള്ള വില നിനക്ക് തരാം. നീ ആ വില വാങ്ങിയിട്ട് എനിക്ക് തരണമെന്ന് പറഞ്ഞു. അവസാനം അബ്രഹാം ആ നാട്ടിലെ നടപ്പനുസരിച്ച് ആ സ്ഥലത്തിന്റെ വിലയായി വെള്ളിത്തുട്ട് തൂക്കിക്കൊടുത്തു. ആ സ്ഥലം വാങ്ങി അവിടെ തന്റെ ഭാര്യ സാറായുടെ മൃതശരീരം സംസ്കരിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, ഒരു ദൈവ പൈതൽ അറിയേണ്ടത് ഏതൊരു കാര്യത്തിനും മുതല് കൊടുക്കണം. ഒരിക്കൽ ദാവീദ് എന്ന രാജാവ് പറയുകയാണ്, ഒരു ചെലവുമില്ലാതെ ഞാൻ നിനക്ക് ഹോമയാഗം കഴിക്കത്തില്ല, ഞാൻ ചിലവ് മുടക്കിയേ ഹോമയാഗം കഴിക്കും. 2023 അവസാന ഞായറാഴ്ച എന്നെ കേൾക്കുന്ന കേൾക്കാരോട് ഞാൻ പറഞ്ഞത്, ദൈവാലയത്തിൽ വരുന്ന ഒരു വ്യക്തിക്ക് ചിലവുണ്ട്. പ്രിയ ദൈവമക്കളെ, സൗജന്യമല്ല. ആരുടെയും നിർബന്ധത്താൽ സ്ഥലം കാര്യായിരിക്കുന്ന ആ കാര്യം നികത്തുവാൻ ഞാൻ വന്നതല്ല, ഞാൻ ചിലവിടുവാൻ വന്നതാണ്. എന്റെ ശരീരം അവന് ആവശ്യമാണ്, എന്റെ മനസ്സ് അവന് ആവശ്യമാണ്, എന്റെ മനസ്സാക്ഷി അവന് ആവശ്യമാണ്, എന്റെ ഹൃദയം അവന് ആവശ്യമാണ്, എന്റെ എല്ലാ അനുഗ്രഹങ്ങളും അവന് ആവശ്യമാണ്. പ്രിയ ദൈവമക്കളെ, ഒരു ചിലവുമില്ലാതെ ദൈവാലയത്തിൽ ദൈവാരാധന സാധ്യമല്ല. നമ്മൾ പരിപൂർണമായി, നമ്മൾ സമ്പൂർണമായി ചിലവിട്ടുകൊണ്ട് വേണം ദൈവാലയത്തിൽ ദൈവാരാധനയിൽ നാം പങ്കാളിത്തീരേണ്ടത്. പ്രിയ ദൈവമക്കളെ, നമ്മൾ ആരാണ്? ഇങ്ങനെ പറയുന്നു,
മൈ പീപ്പിൾ, എന്റെ ജനം. കണ്ടോ, നമ്മൾ ആരാണ്? നമ്മൾ ദൈവത്തിന്റെ ജനമെന്ന് ദൈവം പറയുകയാണ്. അതുകൊണ്ട് ഇനി ഒരിക്കലും പറയരുത് ഞാൻ ഇന്നയാളുടെ മകൻ, ഈ ഭൂമിയിലെ അത്ഭുതം പറയും. നമ്മൾ സാധാരണ പറയും ഇന്ന പഞ്ചായത്തും ഇന്ന വില്ലേജ്, ഇന്ന താലൂക്ക്, ഇന്ന വാർഡ്, ഇന്ന കരയിൽ, ഇന്ന വീട്ടിൽ ഇന്നയാളുടെ മകൻ. പ്രിയ ദൈവമക്കളെ, ലോകപ്രകാരം പറയണം. പക്ഷേ വേദപുസ്തക പ്രകാരം ദൈവം പറയുമ്പോൾ പറയാണ് എന്റെ മകൻ. നമ്മൾ എത്രയോ ഭാഗ്യമുള്ളവരാണ്. ദൈവം പറയുകയാണ് എന്റെ മകനാണല്ലോ, എന്റെ മകനാണല്ലോ. ഇതിനേക്കാൾ വിലയേറിയ ഒരു ഭാഗ്യമടവി എവിടെ നമുക്ക് കിട്ടും? അതുകൊണ്ട് നമ്മൾ ആരാണ് എന്നോ നമ്മുടെ ചോദ്യത്തിനോ നമ്മൾ 3 മറുപടി പറഞ്ഞു വെക്കരുത്. നമ്മൾ ആരാണ് എന്ന ദൈവത്തിന്റെ ചോദ്യത്തിന് ഒന്നാമത്തെ മറുപടി ദൈവം തന്നെ പറയുന്നു എന്റെ ജനമാണ്. രണ്ടാമത് we are one people, ഒരു ജനമാണ്. പ്രിയ ദൈവമക്കളെ, നമ്മൾ ഒരു ജനമാണ് അല്ലേ? നമ്മൾ ഒരു ജനം. നമ്മൾ ഇനിമേൽ ഒരു ജനമല്ല എന്ന് ചിന്തിക്കരുത്. ദൈവാലയത്തിൽ വരുന്ന ദൈവമക്കൾ ഒരു ജനമാണ്. പ്രിയ ദൈവമക്കളെ, we are one in Christ. നമ്മൾ ക്രിസ്തുവിലാണ്. നമ്മുടെ വിശ്വാസമൊന്നോ, നമ്മുടെ സ്നാനമൊന്നോ, നമ്മുടെ മാമോദീസമൊന്നോ, നമ്മുടെ അംഗീകാരമൊന്നോ, നമ്മുടെ സ്ഥിരീകരണമൊന്നോ, നമ്മുടെ സ്വീകരണമൊന്നോ, നമ്മുടെ കൂട്ടായ്മയൊന്നോ, നമ്മുടെ വേദപുസ്തകമൊന്നോ, നമ്മുടെ ലക്ഷ്യമൊന്നോ, നമ്മുടെ യാത്രയൊന്നോ, നമ്മൾ ചേരേണ്ട സ്ഥലം ഒന്നോ. ആമേൻ. അതുകൊണ്ട് നമ്മൾ ആരാണ് എന്ന ചോദ്യത്തിന് രണ്ടാം ഭാഗത്ത് വൺ പീപ്പിൾ, ഒരു ജനമാണ് എന്ന് പറയുന്നു. ഉൽപ്പത്തി 34:11 വായിച്ചാൽ, ഉൽപ്പത്തി പുസ്തകം 34-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ശേഖേം അവളുടെ പിതാവിനോടും സഹോദരന്മാരോടും നിങ്ങൾക്ക് എന്നോട് പ്രീതി ഉണ്ടാകണമേ, നിങ്ങൾ ചോദിക്കുന്നതെന്തും ഞാൻ തരാം. നിങ്ങൾ എന്നോട് പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, അതിന്റെ 22-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, എങ്കിലും നമ്മുടെ കൂട്ടത്തിലുള്ള ഓരോ പുരുഷനും അവരെ പോലെ പരിച്ഛേദന ഏൽക്കുമെങ്കിൽ മാത്രമേ അവർ നമ്മോട് കൂടെ പാർത്ത് ഒരു ജനമായി തീരുവാൻ സമ്മതിക്കുകയുള്ളൂ. ഒരു ജനമായി തീരുക. കണ്ടോ, ഇവിടെ നമുക്കറിയാം പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഒരു സംഭവം നമ്മൾ വായിച്ച ഒരു സ്ഥലത്ത് ഒരാള് കുടുംബമായി ചെന്ന് താമസിച്ചു. ആ വീട്ടിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിയെ ആ നാട്ടിലുള്ള ഒരു ആൺകുട്ടിക്ക് ഇഷ്ടമായി. ആ ഇഷ്ടമായ ആൺകുട്ടിക്ക് ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കണം. നീ പിടിച്ചോണ്ട് പോക്കോ, ഞാൻ രജിസ്റ്റർ ഓഫീസിൽ വന്നേക്കാം, ഇല്ലെങ്കിൽ ഡേറ്റ് നിശ്ചയിച്ചോ എന്നൊന്നും അയാൾ പറഞ്ഞില്ല. അയാൾ പറഞ്ഞു, ഞങ്ങൾ പരിച്ഛേദനയേറ്റ വിശുദ്ധന്മാരാണ്. പരിച്ഛേദനയേക്കാത്ത നിന്റെ മകൻ പരിച്ഛേദനയേറ്റ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുന്ന മര്യാദ ഞങ്ങൾക്കില്ല. അതുകൊണ്ട് നിന്റെ മകന് എന്റെ മകളെ ഇഷ്ടപ്പെട്ടതിൽ തെറ്റില്ല. നീ പരിച്ഛേദനയേറ്റ് ഞങ്ങളുടെ കൂടെ ചേർന്ന് ഞങ്ങളുടെ വിശ്വാസത്തിൽ പങ്കാളിയായാൽ ഞങ്ങളുടെ പെണ്ണിനെ നിങ്ങൾക്ക് തരാം. കണ്ടോ, എന്താണ് ബൈബിൾ? നമ്മളല്ലേ കിട്ടിയവരുടെ കൂടെ, പിടിച്ചവരുടെ കൂടെ, കണ്ടവരുടെ കൂടെ പോട്ടെ എന്ന് പറയുന്നു. പ്രിയ ദൈവമക്കളെ, നമ്മൾ യോഗ്യമായിട്ട് മുന്നോട്ട് ചെയ്യണം. സൂക്ഷിക്കണം, ഡേഞ്ചറസ്. ആരെയും ഇഷ്ടപ്പെടാം, പക്ഷേ നമ്മുടെ സ്റ്റാൻഡ് നമ്മൾ വിട്ടുകളയും. എവിടെയും കിടന്ന് ഒരുത്തൻ കയറി നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു പെണ്ണിനെ പോയിച്ചാൽ മോഹമൊന്നും തെറ്റില്ല. പക്ഷേ മോഹ സൗരമാണെങ്കിൽ നീ ഇവിടെ ഞാൻ നിൽക്കുന്ന എന്റെ വിശ്വാസ സംഹിതയിൽ, എന്റെ ചുറ്റുപാടിൽ നീ ആയിത്തീർന്നാൽ നിനക്ക് തരാമെന്ന് പറയാനുള്ള ചരിത്രം നമുക്ക് 2004 ഉണ്ടാകട്ടെ.
പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, അല്ല വരുന്നവൻ കൊണ്ടുപോക്കോ എന്ന് പറയുന്ന രീതി നമ്മുടെ ക്രിസ്ത്യാനിത്വത്തിന് ഭൂഷണമല്ല. അതുകൊണ്ട് അവിശ്വാസികളോട് ഇണയില്ല പിണ കൂടരുതോ. ഏതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെട്ടവൻ നമ്മുടെ കുടുംബത്തിൽ വന്ന് എന്തെങ്കിലും വിലയേറിയ മോഹിച്ചാൽ അവൻ ആ കുടുംബത്തിൽ ആയിത്തീർന്നാൽ മാത്രമേ ആ മോഹം സാക്ഷാത്കരിക്കപ്പെടുവാൻ നമ്മൾ കൂട്ടുനിൽക്കാവൂ. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഇവിടെ പരിച്ഛേദനയേറ്റ ആബ്രഹാമിന്റെ കുടുംബക്കാർ പറയുകയാണ്, പ്രിയ ദൈവമക്കളെ, ഞങ്ങളുടെ മര്യാദയിലാണ് പരിച്ഛേദനയേക്കാത്ത ഒരുത്തന് ഞങ്ങളുടെ പരിച്ഛേദനയേറ്റ കുടുംബത്തിലെ പെണ്ണിനെയൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പരിച്ഛേദനയേറ്റ നീ കുടുംബക്കാരനായി തീർന്നാൽ നിനക്ക് പെണ്ണിനെ കെട്ടിക്കൊണ്ട് പോകണം. പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്കറിയാമോ ഒരു സംഭവം ബൈബിളിലുണ്ട്. ഇങ്ങനെ ഒരു സംഭവം നടന്നു. പരിച്ഛേദനയേക്കാത്ത ഒരുത്തൻ ബലാത്കാരമായി ഒരു പെണ്ണിനെ പിടിച്ചോണ്ട് പോയി. ആ പെണ്ണിന്റെ സഹോദരന്മാരിൽ ചെന്നേച്ച് അവൻ ആ മധുവിൽ ആഘോഷിക്കുന്നതിലൂടെ അവനെ തുണ്ടമായി കഷ്ണിച്ച് മരത്തെ തൂക്കിയ സംഭവം ബൈബിളിലുണ്ട്. കണ്ടോ? വിശ്വാസത്തിന്റെ വിലയാണ് ആ കൊലപാതകത്തിന്റെ മുന്നിൽ നമ്മൾ കാണുന്നത്. പ്രിയ ദൈവമക്കളെ, അതുകൊണ്ട് പരിച്ഛേദന ഏൽക്കാത്ത ഒരുത്തൻ പരിച്ഛേദന ഏറ്റ വീട്ടിൽ നിന്ന് ഒരു പെണ്ണിനെ കട്ടോണ്ട് പോയാൽ അവൻ ആ പെണ്ണിന്റെ കൂടെ ഒരു അന്തി ഉറങ്ങത്തില്ല എന്ന് അവളുടെ സഹോദരന്മാർ തീരുമാനിച്ച ദിവസം ആ രാത്രിയിൽ ആ കൊണ്ടുപോയതിനെ ഒരു തുണ്ടമായി കഷ്ടിക്കാവുന്ന സംഭവം ഇതിനകത്തുണ്ട്. ഇതാണ് വിശ്വാസത്തിന്റെ വില. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഇതെല്ലാം നമുക്ക് 2024 പാഠമായി തീരണം. നമ്മുടെ കുടുംബത്തിലേക്ക് ആവശ്യമില്ലാത്ത ഒന്ന് കയറി വന്ന് നമ്മുടെ നില തെറ്റിച്ചു കളയരുത്, നമ്മുടെ സമനില തെറ്റിച്ചു കളയരുത്. അരുതാത്ത ബന്ധത്തിൽ പോയി അകപ്പെട്ടാൽ മരണം വരെ ആ നീറുന്ന പ്രശ്നത്തിൽ നിന്ന് നമ്മൾ കരകയറത്തില്ല. 82 വയസ്സായ ഒരു അപ്പൻ പറയുന്ന വാർത്ത, മക്കളും കൊച്ചുമക്കളുമായി ഏക മകളുണ്ടായിരുന്നു. ആ മകൾക്ക് പറ്റിയ ആപത്തിനെ ഓർത്ത് ഈ 82ാമത്തെ വയസ്സിലും ഈ അപ്പൻ വിലപിക്കുകയാണ്. ഒന്നും സാധിക്കത്തില്ല. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, അതുകൊണ്ട് നമ്മൾ ആരാണെന്ന് ചോദിച്ചാൽ ദൈവം പറയുന്നു എന്റെ ജനമാണ്. രണ്ടാമത് പറയുന്നു ഒറ്റ ജനമാണ്. മൂന്നാമത് നമുക്ക് നോക്കാം ഓൺ പീപ്പിൾ. എന്റെ ജനമാണ്, ഒറ്റ ജനമാണ്, സ്വന്തം ജനമാണ്. നമുക്കൊരു വാക്യം വായിക്കാം. 1 ദിനവൃത്താന്തം 17-ാം അധ്യായം അതിന്റെ 21-ാം വാക്യം. 1 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 17-ാം അധ്യായം അതിന്റെ 21-ാം വാക്യത്തിലേക്ക് നമുക്ക് പോകാം. 1 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 17-ാം അധ്യായം അതിന്റെ 21-ാം വാക്യം. മിസ്രയീമിൽ നിന്നും നീ വിടുവിച്ച നിന്റെ ജനത്തിന്റെ മുൻപിൽ നിന്നും ജനതകളെ നീക്കിക്കളഞ്ഞ് വലുതും ഭയങ്കരവുമായ കാര്യങ്ങളാൽ നിനക്കൊരു നാമം സമ്പാദിക്കേണ്ടതിന് ദൈവമേ നീ ചെന്ന് നിനക്ക് സ്വന്തം ജനമായി നിന്റെ ജനമായ ഇസ്രായേലിനെ വീണ്ടെടുത്തു. വാക്കത്ര ഭയങ്കര, നിങ്ങൾ മറക്കണ്ട. ബൈബിളിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എന്റെ ജനമെന്നും ഏക ജനമെന്നും സ്വന്തം ജനമെന്നും പേര് പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ ചിന്തിക്കുന്ന പോലെ ദൈവം നമ്മളെ വില കുറഞ്ഞ് കാണുന്നവനാണ്. നമ്മൾ ആരെയെങ്കിലും വില കുറഞ്ഞ് കണ്ടാൽ അത് നമ്മുടെ അറിവുകേടാണ്, നമ്മുടെ ബുദ്ധിക്ക് സംഭവിച്ച മാന്യതയാണ്. എന്നാൽ ദൈവം അങ്ങനെയല്ല കാണുന്നത്. ദൈവം നമ്മളെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, മൈ പീപ്പിൾ, വൺ പീപ്പിൾ, ഓൺ പീപ്പിൾ. എന്റെ ജനമാണ്, ഏക ജനമാണ്, സ്വന്തം ജനമാണ്. ഈ സംഭവം നമുക്കുണ്ടാകുന്നു. 2 ദിനവൃത്താന്തം 25-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 2 ദിനവൃത്താന്തം 25-ന്റെ 15. അതുകൊണ്ട് യഹോവയുടെ കോപം അമസ്യാവിന് നേരെ ജ്വലിച്ചു. അവനൊരു പ്രവാചകനെ അവന്റെ അടുക്കൽ അയച്ചു. നിന്റെ കയ്യിൽ നിന്ന് തങ്ങളുടെ സ്വന്തം ജനത്തെ രക്ഷിക്കുവാൻ കഴിയാത്ത ജാതികളുടെ സേവകന്മാരെ നീ അന്വേഷിച്ചത് എന്തിന്? പ്രിയ ദൈവമക്കളെ, തന്റെ സ്വന്തം ജനത്തെ രക്ഷിക്കുവാൻ കഴിയാത്ത ഒരുവനെ അന്വേഷിച്ച് പോകണമോ? അതുകൊണ്ട് ഇതുകൊണ്ടാണ് ഞാൻ പറയട്ടെ, തന്റെ സ്വന്തം ജനത്തെ രക്ഷിക്കുവാൻ കഴിവുള്ളവൻ സ്വർഗത്തിന് ഭൂമിക്ക് വയ്യാനുള്ള യേശു മാത്രമാണ്. ആമേൻ. ഈ ലോകത്തിലെ ഒരു ഭരണാധിപനും രക്ഷിക്കാൻ കഴിയത്തില്ല. ഏറ്റവും വലിയ ഉദാഹരണം ഇന്ന് കേരളമാണ്. ഓരോ ദിവസവും നമ്മുടെ കേരളത്തിൽ കൊല ചെയ്യപ്പെടുന്ന വ്യക്തികൾക്ക് എണ്ണമില്ല. ഒരു ഭരണാധിപന് ഒരു കൂലി ചെയ്യാൻ സാധിക്കത്തില്ല.
ഇന്നലെ രാത്രി നിങ്ങൾ കണ്ടു, 73 വയസ്സുള്ള ഒരാൾ തന്റെ കരച്ചുള്ളിൽ വായി തുണിതിരി കൈകാലുകൾ കെട്ടി കൊല ചെയ്യപ്പെട്ട് ഇതാ നെടുനീളത്തിൽ കിടക്കുന്നു. നിങ്ങൾ ഇന്നലെ രാത്രി TV കണ്ടുകയാണ്. വൈകുന്നേരം സംഭവം നടക്കുന്നത്. നോക്കാൻ ആര്, ചോദിക്കാൻ ആര്, പറയാൻ ആര്? പ്രിയ ദൈവമക്കള്, ചോദിക്കാനും പറയാനും ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ആയിത്തീരുമോ നമ്മുടെ നാട്? ഇല്ല. ലോകത്തിന്റെ ഗതിയിലാണ്. ചോദിക്കാൻ ഒരുവനേ ഉള്ളൂ, അവൻ കർത്താവ് മാത്രം. പറയാൻ ഒരുവനേ ഉള്ളൂ, അവന്റെ യേശു മാത്രമാണ്. പ്രിയ ദൈവമക്കളെ, അതുകൊണ്ട് പാപിയോട് ഒരു അനുകമ്പയും കാണിക്കാതെ അവൻ അതിനെ പ്രായശ്ചിത്തം വരുവോളം അവൻ മുടന്തി നടക്കുവാൻ അവനെ ശിക്ഷിക്കുന്നവൻ എന്റെ ദൈവം മാത്രം. ആമേൻ. അങ്ങനെയെങ്കിൽ ചോദിക്കാനും പറയാനുമുള്ള ഒരുവനുണ്ട് എനിക്കെന്നുള്ള വലിയ ഉറപ്പ് ഈ 2023 നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ആർക്കും എന്നെ വട്ടപ്പെട്ട് ചവിട്ടി തള്ളുവാൻ തൊഴിക്കുവാൻ കഴിയത്തില്ല. നിങ്ങൾ കണ്ടായിരുന്നു ഒരു ദിവസം ഒരു മനുഷ്യൻ, സാധുവായ ഒരു മനുഷ്യൻ, എനിക്ക് ആ രംഗം കണ്ടിട്ട് പ്രയാസം തോന്നി. അയാള് തന്റെ ഭാര്യ മക്കളുമായിട്ട് തോട്ടിലോട്ട് കുളിക്കാൻ പോയത്. അപ്പൊ കുളിക്കടവിൽ കുറെ ചെറുപ്പക്കാർ മദ്യപിച്ച് വളരെ വൃത്തിഹീനമായി നിങ്ങളൊന്ന് മാറ്, ഞങ്ങൾ കൊണ്ട് കുളിക്കണമെന്ന് പറഞ്ഞിട്ട് ഭാര്യയും മക്കളുടെയും മുന്നിൽ ആ മനുഷ്യനെ ഇങ്ങനെ കിടത്തിയിട്ട് മുട്ടയിൽ വിരിഞ്ഞിട്ടില്ല. മൂക്കിന്റെ അറ്റത്തൂടെയൊക്കെ ഈ തലമുടി നീണ്ടു നിൽക്കുന്ന ഇപ്പോഴത്തെ പിള്ളേരുണ്ടല്ലോ, മൂക്കിന്റെ അറ്റത്തൂടെയൊക്കെ അങ്ങനത്തെ പിള്ളേർ ഇയാളെ പൊടിക്കുന്നു. ഇവിടെ കേരളത്തിൽ ആരുമില്ല ചോദിക്കാൻ. ഞാൻ ചോദിക്കട്ടെ, ചങ്കുച്ചമുള്ള ഒരു ഭരണാധിപൻ ചോദിച്ചാൽ നാളെ നടക്കുമോ? ശിക്ഷ മാന്യമായിട്ട് കൊടുത്താൽ ഇത് ആരെങ്കിലും ചെയ്യുമോ? എന്ത് ചെയ്താലും തോളെ കയറിയോ? പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, എത്ര ദയനീയമായി നമ്മുടെ നാട് പരാജയപ്പെട്ടു പോവുകയാണ്. അതുകൊണ്ട് നിങ്ങൾ 2024 വളരെ കെയർഫുൾ ആയിരിക്കും. നമുക്കോ നമ്മുടെ വീട്ടിലോ ഇതൊന്നും സംഭവിക്കും. ഓരോ ദിവസവും അനീതിയും അക്രമവും കൊള്ളരുതായ്മയും പെരുകി പെരുകി ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത അവസ്ഥയിൽ, ആർക്കും എന്തുമാകാവുന്ന അവസ്ഥയിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മളൊരു കാര്യം അറിയണം. എന്നോട് മോശമായി പെരുമാറുന്നവരോട് ചോദിക്കാൻ എന്റെ ദൈവം നിൽപ്പുണ്ട്. എന്റെ ദൈവത്തിന്റെ മുന്നിൽ ഇവനെല്ലാം ഒരിക്കൽ ആരെയുടെ ഏർപ്പെടുന്ന സമയമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് മോശമായി പെരുമാറുന്നവന്റെ അരിയുടെ എപ്പ് ഇളകിപ്പോകുന്ന ഒരു സമയമുണ്ട് എന്റെ ദൈവത്തിന്റെ മുൻപാകെ. പ്രിയ ദൈവമകളെ, ഇസ്രായേൽ ജനത്തിന്റെ യെരൂശലേം പള്ളിയിലെ ഇതേപോലെയുള്ള ഗാസായി ഗീലാസയും നെബൂഖദ്നേസർ രാജാവ് ബാബിലോണിൽ എടുത്തോണ്ട് പോയി. ഒരു ദിവസം ആ രാജ്യത്തുള്ള മുഴുവൻ പ്രമാണികളെയും ആ രാജകൊട്ടാരത്തിലേക്ക് വിളിച്ചിട്ട് ഇയാള് പാഠം പഠിച്ചു. ഇയാളുടെ മകൻ കാണിച്ച ഒരു അവിവേകം യെരൂശലേം പള്ളിയിലെ ഗാസായി ഗീലാസയും എടുത്ത് ബാബിലോൺ രാജ്യത്ത് കൊണ്ടുപോയി. എല്ലാ രാജ്യത്തെ പ്രമുഖന്മാരെയും വിളിച്ചൊരു വിരുന്ന് നടത്തുമ്പോൾ അവർക്ക് വീഞ്ഞൂറ്റി കൊടുത്തത് യെരൂശലേം പള്ളിയിലെ ഗാസായി ഗീലാസയുമാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ബെൽഷസ്സർ എന്ന് പറയുന്ന ബാബിലോൺ രാജാവ് കൊടികുത്തി വാഴുമ്പോൾ നമുക്കറിയാം, ഈ സല്ലാപത്തിന് വേണ്ടി മദ്യം പാർന്നു കുടിക്കുമ്പോൾ പരസ്പരം ഈ മദ്യം പാരുന്ന പാത്രം അതിന്റെ കൊണ്ട് കുത്തിയിരിക്കും അല്ലേ? അങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാൻ ഈ പിക്ചറിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇയാള് പള്ളിയിൽ നിന്നെടുത്ത പാത്രത്തിൽ മദ്യം പകർന്ന് അയാളുടെ ചൊടിയോട് അടുക്കുന്ന സമയം അയാൾ ആ സ്പോട്ടിൽ ഒരു തുള്ളി കുടിക്കാതെ കൊല്ലപ്പെടുക. ദൈവത്തിന്റെ മുന്നിലാണോ ഈ കാസയും ജിലാസയും കൊണ്ട് ബെൽഷസ്സർ കളിയാടുന്നത്? അപ്പൻ ഒരു പരീക്ഷണം നടത്തി കാളയെ പോലെ 7 വർഷം പുല്ല് തിന്നു. ഇവനത് മറന്നുപോയി. മകൻ അവൻ ദൈവാലയത്തെ പാത്രം എടുത്തോണ്ട് പോയിട്ട് എന്നിട്ട് അതിനകത്ത് വീഞ്ഞ് പകർന്ന് എല്ലാവർക്കും കൊടുത്തിട്ട് അവൻ ചൊടിയോട് അടുപ്പിച്ചപ്പോൾ നിങ്ങളോട് ഞാൻ പറഞ്ഞ പേർഷ്യൻ രാജാവായ ഡാരിയോസിന്റെ പട്ടാളം ഇദ്ദേഹത്തിന്റെ രാജധാനിയിലേക്ക്
200 അടി വ്യാസമുള്ള കിടങ്ങ് നികത്തി അതിലൂടെ ബോട്ടിലൂടെ കയറി രാജാവിന്റെ കൊട്ടാരത്തിൽ ഇദ്ദേഹത്തിന്റെ തലയ്ക്ക് പുറത്ത് പട്ടാളക്കാർ വാളുമായി നിൽക്കുന്നത് ഇയാൾ കണ്ടില്ല. ഇയാൾ ആ കാസായി പിലാസായി നിറച്ച് തീഞ്ഞികൾ തന്റെ ചോടിയോട് അടുപ്പിച്ചപ്പോൾ ഡാരിയൂസിന്റെ പട്ടാളക്കാർ ഇദ്ദേഹത്തെ ഷൂട്ട് ചെയ്തു. പ്രിയ ദൈവമക്കൾ, ദൈവത്തിനെതിരെ ഒരാൾ എന്തെങ്കിലും കളി കാണിച്ചാൽ കണ്ടു നിൽക്കുന്ന ഒരു കളിക്കാരൻ ചിലപ്പോൾ ചോദിച്ചെന്ന് വരാം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇവിടെ നമ്മൾ ആരാണ്? വി ആർ ദ പീപ്പിൾ ഓഫ് ഗോഡ്. നമ്മൾ ദൈവത്തിന്റെ ജനമാണ്. രണ്ടാമത്, വി ആർ ഹിസ് പീപ്പിൾ. നമ്മൾ അവന്റെ ജനമാണ്. മൂന്നാമത്, വി ആർ ദ പീപ്പിൾ ഓഫ് ഇൻ ഹിസ് ലാൻഡ്. നമ്മൾ അവന്റെ രാജ്യത്തെ ജനമാണ്. നാലാമത്, വി ആർ ആരാണെന്ന് ചോദിക്കുമ്പോൾ ദൈവം പറയാണ് മൈ പീപ്പിൾ. രണ്ടാമത് പറയാണ് വൺ പീപ്പിൾ. മൂന്നാമത് വൺ പീപ്പിൾ. എന്റെ ജനമാണ്, എന്റെ ഏക ജനമാണ്, എന്റെ സ്വന്തം ജനമാണ്. അങ്ങനെയെങ്കിൽ പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, 45-ാം സങ്കീർത്തനം അതിന്റെ 10-ാം വാക്യത്തിലേക്ക് പോകുമ്പോൾ, 45-ാം സങ്കീർത്തനം അതിന്റെ 10-ാം വാക്യത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു: അല്ലയോ കുമാരി, കേൾക്കുക, നോക്കുക, ചെവി ചായ്ക്കുക. സ്വന്തം ജനത്തെയും നിന്റെ പുത്രഭവനത്തെയും മറക്കുക. സ്വന്തം ജനം. ഈ ലോകത്തിൽ ആര് ദൈവത്തിന്റെ സ്വന്തം ജനത്തെ മറന്നാലും മറക്കാത്ത കർത്താവ്. എന്റെ മാതാപിതാക്കള്, എന്റെ ചാച്ചക്കാര്, എന്റെ ബന്ധുക്കള്, എന്റെ മുതിർന്നവരോ കാണുന്നവരായിട്ടുള്ള എന്റെ മാതാവിൽ നിന്ന് ജനിച്ചവരോ എന്റെ മറന്നാലും മറക്കാത്ത യേശു. അതുകൊണ്ട് ദൈവമക്കളെ, ഇങ്ങനെയാണ് ദൈവം പറയുന്നത്. നമ്മൾ ആരാണ്? മൈ പീപ്പിൾ, ഓൾ പീപ്പിൾ, അവർ പീപ്പിൾ. നമ്മൾ ദൈവത്തിന്റെ ജനമാണ്, ഏക ജനമാണ്, സ്വന്തം ജനമാണ്. അതുകൊണ്ട് ഈ 2023 അവസാനം നമ്മൾ 24ലേക്ക് പോകുമ്പോൾ ദൈവത്തിന്റെ ജനമാണ്, ഏക ജനമാണ്, അവരുടെ സ്വന്തം ജനമാണ്. അതുകൊണ്ട് എന്നെ കാണുവാൻ, എന്നെ കേൾക്കുവാൻ, എന്നെ ശ്രദ്ധിക്കുവാൻ, എന്നെ അറിയുവാൻ, എന്നെ ഓർക്കുവാൻ, എന്നെ നടത്തുവാൻ, എന്നെ നയിക്കുവാൻ, എന്നെ നിലനിർത്തി എന്നെ അനുഗ്രഹത്തിന്റെ പരിപൂർണതയിൽ കൊണ്ടെത്തിക്കുവാൻ ഒരാളുണ്ട്. അവൻ രാജാവും കർത്താവുമായി ഈ ലോകം മുഴുവനും ഈ വേദപുസ്തകത്തിലൂടെ പ്രവേശിക്കപ്പെടുന്ന നാസറേയനായ യേശുവാണ് എന്നുള്ള വലിയ ബോധത്തോടെ നമുക്ക് മുന്നോട്ട് പോവാം. അതിനെ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.